നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ റിലേഷനിൽ എന്ത് അത്ഭുതമാണ് പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ ഈ സമയത്ത് അറിയേണ്ടത്, നിങ്ങളുടെ റിലേഷനിൽ എന്തെങ്കിലും മാറ്റം ഉടനെ സംഭവിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നെക്സ്റ്റ് അടുത്ത നിമിഷങ്ങളിൽ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു അത്ഭുതം, അതായത് ഒരു മാറ്റം വരാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പേഴ്സണെയാണോ ഈ ഒരു റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ പേഴ്സൻ്റെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് പോസിറ്റീവായിട്ടൊരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. എന്താണ് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത്, നിങ്ങളുടെ കറൻറ്റ് സാഹചര്യത്തെ കണക്റ്റ് ചെയ്ത് പ്രപഞ്ച ശക്തി നൽകാൻ പോകുന്ന ഒരു അത്ഭുതകരമാകുന്ന ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. എന്താണെങ്കിലും 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഒരു നിരാശ പ്രസൻസ്, വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ ഒരു നിരാശയുടെ പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു കാത്തിരിപ്പിൻ്റെ എനർജി, ഒരു നഷ്ടബോധത്തിൻ്റെ, ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ആ ഒരു പേഴ്സൻ്റെ എനർജിയെ നിങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. കറൻ്റ്ലി നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയിൽ തന്നെ ഫോക്കസ്ഡാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റിലേഷൻ ആയാലും ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്നോ ഓർമ്മകളിൽ നിന്നോ പുറത്ത് കടക്കാൻ എത്ര കൊണ്ട് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. നിങ്ങൾ മാക്സിമം ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാനും മറ്റെന്തിലേലുമൊക്കെ ഫോക്കസ് ചെയ്യാനും ശ്രമിക്കുമ്പം പോലും നിങ്ങൾക്ക് അത് സാധ്യമാകാത്തൊരവസ്ഥയാണ്. വീണ്ടും നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്ന, വീണ്ടും കാത്തിരിക്കുന്ന, തിരിച്ചു വരുമെന്നുള്ള ഒരു തോട്ട്സ്, ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റിലുള്ള നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവാം. ചില നിമിഷങ്ങളാവാം, ചില വാക്കുകളാവാം, പ്രവർത്തികളാവാം, നിങ്ങൾക്ക് കിട്ടിയ ചില കെയറിങ് പ്രസൻസ് ആവാം, നിങ്ങൾ കൊടുത്ത ചില പോസിറ്റീവ് ആകുന്ന ഓർമ്മകളാവാം. ഇതെല്ലാം തന്നെ ആവാം നിങ്ങൾക്ക് ഈ വ്യക്തി തിരിച്ചു വരും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള എനർജി പോസിറ്റീവ് ആകുമെന്നുള്ള ഒരു ചിന്ത, ഒരു പ്രതീക്ഷ നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഓർമ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഒന്ന് വെറുക്കാൻ പോലും സാധിക്കാതെ, ആ വ്യക്തിയുടെ തിന്മയെ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ നെഗറ്റീവാകുന്ന സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ഇപ്പോഴും ഒരു വെയിറ്റിംഗ് എനർജിയിൽ, പ്രതീക്ഷയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും നമുക്കിവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന എനർജികൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ മനസ്സുകൊണ്ട് സ്വീകരിക്കാനോ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുടെ ഒരു യഥാർത്ഥ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്ന എനർജി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ കറൻറ്റ്ലി വിചാരിക്കുന്ന വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയോടൊത്തുള്ള മുന്നോട്ടേക്കുള്ള യാത്ര മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതുമാത്രമാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ആയിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു സോൾ കണക്ഷൻസിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. കാരണം വിട്ടുപിരിയാൻ പറ്റാത്ത വിധം പ്രപഞ്ച ശക്തിയുടെ ഒരു കൂട്ടിച്ചേർക്കൽ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശക്തമായ റിജക്റ്റ് ചെയ്ത, ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളെയെല്ലാം ഈ വ്യക്തി കണ്ണടച്ച് മനസ്സിലാക്കാത്ത വിധം നിങ്ങളെ റിജക്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം, അതല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ വ്യക്തമായിട്ടും മനസ്സിലാക്കി ഈ പേഴ്സൺ അവഗണിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവിടെ നിന്നുമെല്ലാം ദ ഹയറോഫെൻറ്റിൻ്റെ എനർജിയിലേക്കാണ് വരുന്നത് കേട്ടോ. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ, അതായത് എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം, ഡിവൈൻ തീരുമാനിച്ച് വെച്ചിരുന്ന ഒരു ബന്ധം നിങ്ങൾക്ക് തമ്മിൽ എന്തായിരുന്നു എന്നുള്ളത് വരാൻ പോകുന്നു എന്നുള്ള എനർജിയിലേക്കാണ് നമുക്ക് പ്രപഞ്ചശക്തി കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിവൈൻ ഡോർ ഓപ്പണിംഗ് ആവാൻ പോകുന്നു.
പോകുന്നു. അത്ഭുതകരമാകുന്ന ഒരു മാറ്റം, ഒരു മിറാക്കിൾ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നു ഉടനെ തന്നെ എന്നാണ് പറയുന്നത്. ഒരുപാട് ബർഡൻ, ഒരുപാട് ഭാരം ചുമന്ന് നിന്ന, അതായത് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് അസാധ്യമാകുന്ന ഒരു ഭാരമായിരുന്നതായിട്ടാണ് കാണുന്നത്. ഹൃദയത്തിലേറ്റ ശക്തമാകുന്ന ഒരു മുറിവുകൾ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ വളരെ വ്യക്തമാകുന്ന ഒരു തിരിച്ചറിവിലേക്ക് ഈ ബന്ധത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഈ റിലേഷൻ എന്താണ്, ഇത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, ഇതിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇതിൽ ഞാൻ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ മുന്നോട്ടേക്ക് എടുക്കേണ്ട ആക്ഷൻ എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി 1 by 1 ആയിട്ട് മനസ്സിലാക്കി തരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ്, അതായത് ഒരു സ്വാതന്ത്ര്യം നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ആ അനുഭവിച്ച ആ ഒരു ബർഡനിൽ നിന്നും, ആ ഒരു ഇമോഷണൽ ഭാരത്തിൽ നിന്നും, ഹാർട്ട് ബ്രോക്കണിൽ നിന്നും നിങ്ങളെ പുറത്ത് കടത്താനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കുക, നിങ്ങളെ പിടിച്ചു ഉയർത്തുക എന്നൊരു സിറ്റുവേഷൻസിലേക്കാണ് പ്രപഞ്ചശക്തി നെക്സ്റ്റ് ആക്ഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത്. അതൊരു പക്ഷേ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. ആ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി റീയൂണിയൻ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളിൽ ചില വ്യക്തികൾക്ക് വരാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ ഒരു തീരുമാനവും എടുക്കാൻ ആഗ്രഹിക്കാതെ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും, നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങളെ ഹൈഡ് ചെയ്തുകൊണ്ട്, ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് ലൈഫിലുണ്ടായിരുന്ന പ്രോബ്ലംസുകൾ എന്നുള്ളതെല്ലാം ആ വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു തലവര മാറ്റി എഴുതുന്നു. അവരുടെ ചിന്തകളെ മാറ്റുന്ന, അവർ നിങ്ങളിലേക്ക് വരിക, നിങ്ങളോട് ഓപ്പൺ ആവുക, നിങ്ങളോട് തുറന്ന് സംസാരിക്കുക, നിങ്ങളെ മനസ്സിലാക്കുക, അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു എനർജിയിലേക്ക് പ്രപഞ്ചശക്തി കാര്യങ്ങളെ ചേഞ്ച് ആക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്തൊരു ഭാര്യഭർത്തൃബന്ധം, അതായത് ഒരു ഫാമിലി എനർജിയൊക്കെ ഉള്ളവർക്ക് 100% ശക്തമാകുന്നൊരു റീയൂണിയൻ പ്രസൻസ് ആണ് വരുന്നത് കേട്ടോ. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജിയുടെ പ്രസൻസ് ശക്തമായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം വളരെ പ്രഷ്യസ് ആയിട്ട് ചേഞ്ച് ആക്കി തരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള, ഒരിക്കലും അവസാനിക്കില്ല, ഒരിക്കലും ശരിയാവില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന പ്രതിസന്ധികളെയാണ് അവസാനിപ്പിച്ച് നിങ്ങളെ തമ്മിൽ റീയൂണിയൻ കൂട്ടിച്ചേർക്കാൻ പോകുന്നത് എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. 4 of Swordsൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചില ബന്ധങ്ങൾക്കൊക്കെ പൂർണ്ണമായും തകർച്ച സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് തിരിച്ച് ഇണക്കി ചേർക്കാൻ പറ്റാത്ത വിധം വളരെ ശക്തമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന, അതായത് വിട്ടുകൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ചില സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, ഒരു എന്താ പറയുക, ഒരു വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു രീതിയിലും പുറത്തേക്ക് സ്വാതന്ത്ര്യമായിട്ട് ഓപ്പണായിട്ട് പുറത്തേക്ക് ഇറങ്ങി മറ്റ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനേ സാധിക്കാതെ വളരെയധികം തകർന്നിടുങ്ങിയ ചിന്താഗതിയോടുകൂടി നിൽക്കുന്ന, ചെറിയ രീതിയിലൊക്കെ ഹെൽത്ത് പ്രോബ്ലംസിലേക്കൊക്കെ വന്ന വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ്, അവസരം വരുന്നുണ്ട് കേട്ടോ. ഹീലാവാനുള്ളൊരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് വിധിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിൽ വിധിയെ അക്സെപ്റ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ സാഹചര്യത്തെ മനസ്സിലാക്കുക, ചിലതൊക്കെ അവസാനിക്കേണ്ട ബന്ധങ്ങളുണ്ട് എന്നും അത് മറ്റ് ചില കാര്യങ്ങൾ ആരംഭിക്കുക എന്നതിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതുമാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അവസാനിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസും ആരംഭം, ജീവിതത്തിൽ വേറെ പുതിയ ചില തുടക്കങ്ങളുടെ ആരംഭം എന്നതുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ, മാനേജ് ചെയ്യാൻ പറ്റാതെ തളർന്നിരിക്കുന്ന വ്യക്തികളിലേക്കൊക്കെ നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് നിങ്ങളെ വഴി മാറ്റി വിടുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ഇനി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫ് ഏത് തലത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്നുള്ളതെല്ലാം പ്രപഞ്ചശക്തി വളരെയധികം നല്ല ഒരു പദ്ധതി ആവിഷ്കരിച്ച്
ആഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്. ആ പദ്ധതി, ആ ഒരു ചിട്ട അനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അതായത് ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജി, അതൊരു പക്ഷേ നിങ്ങൾ ചിലർ കരിയർ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നതായിരിക്കാം കേട്ടോ. കരിയർ പാതയിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടവരുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടവരുണ്ടാവാം. നിങ്ങളിൽ നിന്നും ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ചില ഉയർച്ചകൾ, സക്സസ് ഒക്കെ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ചില വ്യക്തികളുണ്ടാവാം. അപ്പം ആ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളെ തിരിച്ചു വിടുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഇവിടെ എനർജിയിൽ, പ്രപഞ്ച ശക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചില റിലേഷൻഷിപ്പുകളിൽ കുടുങ്ങി നിൽക്കാതെ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങളെ ചേഞ്ച് ആക്കുക എന്നത് ചില ഇൻസിഡൻറ്റുകൾ, നിങ്ങൾക്ക് ഇതുപോലുള്ള പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകൾ നൽകും. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു യാത്രയിലേക്കുള്ള ഒരു ഡോർ ഓപ്പണിംഗ് ആക്കുന്നു എന്നതുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ പെയിൻഫുള്ളാകുന്ന ഈ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. നിങ്ങളെ ഏതൊക്കെ രീതിയിലാണോ അവർ സ്വാധീനിച്ചത് ആ രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പം അത് നിങ്ങളെ വല്ലാതെ തളർത്തിക്കളയുകയും നിങ്ങൾക്കൊരു പവർ ലോസിങ് വരുന്നു. അതായത് നിങ്ങളുടെ വിൽ പവർ വളരെ ലോസായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ചിലർ മടുപ്പ് തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഒരു മടി തോന്നിപ്പിക്കുന്ന, മുന്നോട്ടേക്ക് പോകാതെ ഒരു ടോക്സിക് ഫീലിങ്സിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം നിങ്ങളെ ഒരു പ്രഷ്യസ് ആവുന്നു, ഉത്തരവാദിത്വ ബോധത്തിലേക്കാണ് നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത്. ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് ചിലർക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെയധികം ആഴത്തിൽ സത്യസന്ധതയോടുകൂടി ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻസുകൾ ഈ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായ ചില ഇൻഫർമേഷൻസുകൾ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത, നിങ്ങൾ മനസ്സിലാക്കാതെ പോയ പല കാര്യങ്ങളും റിലേഷനെ കണക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എഫോർട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ചില ബന്ധങ്ങൾ കാർമിക് റിലേഷൻ ഉണ്ട്, ടോക്സിക് സിറ്റുവേഷൻസുകൾ മാത്രം ലൈഫിലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ചില കാർമിക് റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാം. അപ്പം അതെന്താണെന്നുള്ളത്, അത് ആർക്കൊക്കെയാണോ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്, എപ്പോഴും ദുഃഖവും പെയിനും, അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ ഒരു ഡാർക്ക് എനർജിയിലേക്ക്, ഒരു തകർച്ചയിലേക്ക് വിടുന്ന സിറ്റുവേഷൻസുകളുള്ള ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷനെക്കുറിച്ച് വളരെ നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് മറ്റ് ചില വ്യക്തികളിൽ നിന്നും ഉടനെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഫ്യൂച്ചറിലേക്ക് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ ഈ ബന്ധത്തെ അവസാനിപ്പിച്ച് കളയണോ എന്നുള്ള ഒരു ചിന്തയിലേക്ക്, ആ ഒരു ക്ലാരിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും. അതായത് നിങ്ങൾ വെറുതെ എഫോർട്ട് എടുക്കുന്നു, നിങ്ങൾ വെറുതെ വെയിറ്റിംഗ് ചെയ്യുന്നു, നിങ്ങളുടെ എനർജി മുഴുവനും ഈ ഒരു ചിന്തകളിലേക്കും ഈ വ്യക്തിയിലേക്കും നിങ്ങൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഇല്ലായ്മയാണ് കാണുന്നത്. അപ്പം ഇതിൽ നിലനിൽക്കണോ അതോ ഇത് വിട്ടുപോകണോ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് അതിനു വേണ്ട സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾ മാറേണ്ട സമയമായി കേട്ടോ. നിങ്ങളിങ്ങനെ എപ്പോഴും ഒരു വ്യക്തിയിൽ ഫോക്കസ്ഡ് ആവാതെ, ഒരു വ്യക്തിയിലേക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് വെക്കാതെ, നിങ്ങൾ ശരിക്കും ചേഞ്ച് ആവേണ്ട സിറ്റുവേഷൻസായി സെൽഫ് കെയറിങ് ടൈമിങ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എനർജി കാണിച്ചു തരുന്നത്. അതായത് ഒരു പക്ഷേ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായും ഫോക്കസ് ചെയ്യരുതെന്നും
നിങ്ങളൊരു ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട സെൽഫ് കെയറിങ് ആണ്. നിങ്ങൾക്ക് നിങ്ങളൊരു പ്രാധാന്യം കൊടുക്കുമ്പം, നിങ്ങളെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുമ്പം, നിങ്ങൾ ഇപ്പോൾ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ സാന്നിധ്യം അവരാഗ്രഹിക്കുക എന്ന നിലയിലേക്കാണ് നിങ്ങൾ മാറേണ്ടത്. അതായത് അവരെക്കാളും ഒരു പടി ഉയരെ നിങ്ങൾ വളരുകയാണ് ചെയ്യേണ്ടതെന്നുള്ള എനർജി കൂടി നമുക്ക് പ്രപഞ്ചശക്തി കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് നിറയ്ക്കും. അതൊരു സ്പിരിച്വാലിറ്റി പോലെ, നിങ്ങൾക്കതൊരു തിരിച്ചറിവ് പോലെ, വളരെ വ്യക്തമാകുന്ന ഒരു തിരിച്ചറിവ് പോലെ നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തി അത് കൊണ്ടുവന്ന് നൽകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്താനും ശ്രമിക്കുമ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങും. അപ്പം നിങ്ങളെ അംഗീകരിക്കാതെ, നിങ്ങൾക്കൊരിക്കലും ഒരു വാല്യൂ നൽകാതെ ഇരുന്ന വ്യക്തികൾ നിങ്ങൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചതുപോലെ നിങ്ങളുടെ പ്രസൻസിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റുക എന്ന ഒരു കർത്തവ്യത്തിലേക്കാണ് പ്രപഞ്ചം ഇനി മാറാൻ പോകുന്നത്. നിങ്ങളും അത് മനസ്സിലാക്കി അതിനോടൊപ്പം തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ജസ്റ്റിസ് വരുന്നുണ്ട്, നീതി ലഭിക്കുന്ന സമയത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഒരു സെക്കൻഡ് ചാൻസ് എനർജി വരുന്നു ചിലർക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരുടെയൊക്കെയോ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെയോ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെയോ ഒരു ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൺറൈസിങ് കൂടി വരുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിൽ. അതായത് നീതി ലഭിക്കുന്ന, ചിലരെ സംബന്ധിച്ചൊരു വിവാഹം അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു റീകണക്റ്റ് ചെയ്യുന്ന പവിത്രമായൊരു റീകണക്ഷൻസ് എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൂർണ്ണതയിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ കേട്ടോ. കുറച്ച് ആളുകൾ ഫാമിലി പരമായിട്ടൊക്കെ എതിർത്ത് നിന്ന സിറ്റുവേഷൻസുകൾ, കുടുംബക്കാരുടെയൊക്കെ ഒരു എതിർപ്പും ലോസും അതിൻ്റെ പേരിൽ ഫൈറ്റിംഗ് ഒക്കെ നടക്കേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ, നിങ്ങളെ മറ്റുള്ളവർ കൂടി തെറ്റിദ്ധരിച്ച സിറ്റുവേഷൻസുകളൊക്കെ ഉള്ള വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരും അല്ലാത്തവരുമെല്ലാം ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളും നിങ്ങളെ തെറ്റിദ്ധരിച്ചുവെങ്കിൽ, ബന്ധുമിത്രാദികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവിടെയെല്ലാം ആളുകൾക്ക് നിങ്ങളോടൊരു അകൽച്ചയോ തെറ്റിദ്ധാരണയൊക്കെ തോന്നിയ വ്യക്തികളുണ്ടെങ്കിൽ അതെല്ലാം മാറി വരുന്ന, അതെല്ലാം തിരിച്ച് ക്ലിയർ ആയിട്ട് വരാൻ പോകുന്നു. അതായത് ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും ഒരു മാറ്റത്തിലേക്ക്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സത്യസന്ധത, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സ്കിൽസ് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചേഞ്ച് ആകുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഡൈനോസോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ നിരാശ, ദുഃഖം, ഒറ്റപ്പെടൽ, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യതയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സമയമായി. ഒരു ന്യൂ ബിഗിനിങ്, ഗ്രോത്ത്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി കാർഡ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കുക. എവിടെയാണോ നിങ്ങൾ തോറ്റത് അവിടെ നിങ്ങൾക്കൊരു വിജയമാണ് പ്രപഞ്ചശക്തി നൽകുന്നത് കേട്ടോ. ഏത് സാഹചര്യത്തിൽ ാണോ നിങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടാതെ പോയത്, നിങ്ങളിൽ കുറ്റങ്ങൾ, ഇംബാലൻസിങ്, നിങ്ങളിലൊരു രീതിയിലും ഗുണങ്ങൾ കണ്ടെത്താതെ പോയത്, നിങ്ങളെ ബാലൻസ് ചെയ്യാൻ, നിങ്ങളെ കൂടെ ചേർക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ഇടങ്ങളൊക്കെ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം നിങ്ങൾ ചേർത്ത് നിർത്തപ്പെടാൻ നിങ്ങളെ ആവശ്യമായിട്ട് വരുന്നു. നിങ്ങൾക്കൊരു പുതിയ പേഴ്സണാലിറ്റിയിലേക്ക്, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾക്ക് ശക്തമാകുന്നൊരു ചേഞ്ചിങ് വരുത്താൻ സഹായിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ബ്ലൈൻഡ് ആക്കി കളഞ്ഞ, നിങ്ങളെ വല്ലാതെ ഒരു ഡാർക്ക് എനർജിയിലേക്ക് തള്ളിവിട്ട, നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് തന്നെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തെ സ്റ്റക്കാക്കി കളഞ്ഞ സാഹചര്യങ്ങളെല്ലാം അവസാനിക്കുകയാണ് കേട്ടോ. പ്രപഞ്ചശക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു കൂടിച്ചേരലിൻ്റേതാണ്. നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. അതായത് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു, ന്യായം ലഭിക്കുന്നു. അവിടെ ശരിക്കും ശക്തമാകുന്ന ഒരു വിധി ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് എപ്പോഴും ദുഃഖം നിറഞ്ഞിരുന്ന, നിങ്ങൾക്ക് എപ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവ് ഫീൽ ചെയ്യിച്ചിരുന്ന വ്യക്തികൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഒരു പിന്നിലേക്ക് മാറുക, ഞാനായിട്ടൊന്നിനും പോകണ്ട, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ സ്വപ്നങ്ങളെയെല്ലാം സ്വയം അടിച്ചമർത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഭയം എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ നിങ്ങൾക്കൊരു സാഹചര്യം, നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാതെ പോയി
പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് പറയാനും നിങ്ങളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ എന്താണെന്നും നിങ്ങളുടെ വിൽ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ പവർ എന്താണെന്നും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നു. അതായത് നിങ്ങളെ മാറ്റി നിർത്തിയവരും നിങ്ങളെ ഒരു എന്താ പറയുക ഒന്നുമല്ല എന്ന് ചിന്തിച്ച ഇടങ്ങളിൽ നിങ്ങളെ ആവശ്യമായിട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സുവർണ അവസരം ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ നമ്മൾ റീഡിങ്സിൽ പറഞ്ഞാലും നിങ്ങൾ എന്താണോ സ്വീകരിക്കുന്നത്, ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം നിങ്ങളുടെ മനസ്സിനകത്തൊരു ചിന്ത വരുമല്ലോ, പിന്നേന്നുള്ള ചിന്ത വരും, പുച്ഛഭാവം വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വരുമ്പം നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണങ്ങളും അനുഭവിക്കാൻ പറ്റില്ല കേട്ടോ. പവിത്രവും വിശ്വാസവും മാത്രമാണ് നമുക്ക് ഏത് നിലയിലെത്തണം, അതായത് നമ്മുടെ വിശ്വാസമാണ് നമ്മളെ എത്തിച്ചെന്നത് നമ്മൾ ചിന്തിക്കുന്ന ഇടത്തെന്നുള്ളത് മനസ്സിലാക്കുക. കാത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും ജീവിതത്തിൽ. അപ്പോൾ അത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക കേട്ടോ. ചിലർ കമൻസിലൊക്കെ ഇടുന്ന കേൾക്കാം, എൻ്റെ അടുത്തേക്ക് ഇനി വരണ്ട, എനിക്കിനി വേണ്ട. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ? ഞാൻ ചിന്തിക്കുന്നത്, നമുക്കൊരു പേഴ്സണെ വേണ്ട എങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിനെ ആവശ്യമില്ല എങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല അല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ല എങ്കിൽ നമുക്കൊരു ടാറോ റീഡിങ്സ് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ അവരോടുള്ള ഒരു സ്നേഹത്തിന് കുറവില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ പോസിറ്റീവായിട്ട് കാണണം. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം, ഒരു പൂക്കാലം പോലെ ഫീൽ ചെയ്യണം കേട്ടോ. എത്ര നിങ്ങളോട് മോശമായിട്ട് പെരുമാറിപ്പോയ വ്യക്തിയോ ആയിക്കോട്ടെ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന, അവർക്ക് കൊടുക്കുന്ന ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും അവർക്ക് നാളെ കുറ്റബോധം തോന്നാനും ഒരു പക്ഷേ നിങ്ങളോടൊരു മാപ്പെങ്കിലും പറയാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.